മെച്യൂറിങ് ഇൻ ക്രൈസ്റ്റ് പാർട്ട് 2, പക്വത പ്രാപിക്കുക. കഴിഞ്ഞ ദിവസം കർത്താവ് പറഞ്ഞു, അവൻ മുന്തിരിയും നമ്മൾ വള്ളികളുമാണ്. ക്രിസ്തുവിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ നമ്മളെ ധാരാളം മുന്തിരി ഉണ്ടാകുന്ന ഫലം കായ്ക്കും. ക്രിസ്തുവിനെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതണം. നമ്മുടെ മക്കളിൽ എഴുതിയിട്ടില്ല, എഴുതുക. ഇപ്പോൾ എഴുതുക. കൊച്ചുമക്കൾ ഹൃദയത്തിൽ എഴുതുക, അവരുടെ നെറ്റിമേൽ എഴുതുക. നമ്മൾ കൊച്ചുമക്കളെയൊക്കെ കാണും, വല്യപ്പച്ചന്മാർ നമ്മളെ പിടിച്ച് ചെവിയിൽ നമ്മുടെ നെറ്റിയിലൊക്കെ കുരിശ് ചിഹ്നം. ഇവിടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വല്യപ്പച്ചൻ ചെയ്യും. ആ ചിഹ്നത്തിന് ഇഫക്റ്റുണ്ട്. നമ്മൾ പോകുന്ന എവിടെയാണെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അവരുടെ പ്രാർത്ഥന പുറകിലുണ്ട്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ വചനം പറയാൻ നിർത്തിക്കുന്നത്. കാരണം അമ്മ അതുപോലെ വചനത്തിൽ ആശ്രയിച്ചൊരു വ്യക്തിയാണ്. അമ്മ ഏതെല്ലാം ഭവനത്തിൽ കാലുകുട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാ ഐശ്വര്യം ഞാൻ കണ്ടിട്ടുണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത ഭവനങ്ങളിൽ അമ്മ കാലുകുത്തി കയറിയിട്ടിടത്തെല്ലാം ഇന്ന് ഐശ്വര്യമുണ്ട്. അപ്പോൾ ഈ ദൈവത്തെ വിളിച്ചാൽ ഒരിക്കലും അവൻ മാറത്തില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. കഷ്ടവും ഭാരമൊക്കെ ഉണ്ട്, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. കഷ്ടമില്ലാത്ത ജീവിതമില്ലല്ലോ. കഷ്ടമില്ലെങ്കിൽ നമ്മൾ ലൂസിഫർ ആകുമല്ലോ. അതിനകത്ത് കാര്യമില്ല. കഷ്ടം വരുന്ന ഒരു കണക്കിൽ കുറച്ച് നല്ലതാണ് എന്ന് പറഞ്ഞ് സഹിക്കാൻ വയ്യാത്ത കഷ്ടം വേണ്ട, അല്പം അല്പം കഷ്ടം, അത് കുഴപ്പമില്ല. നമുക്ക് ദൈവത്തിൽ മെച്യൂറാകല്ലേ, പക്വത പ്രാപിക്കാം. ഈ പക്വത പ്രാപിക്കുക എന്ന് വെച്ചാൽ ഞാൻ എന്നിൽ തന്നെ കംപ്ലീറ്റ് ആണെന്നുള്ള ചിന്തയാണ്. ഞാൻ ദൈവത്തിൽ, അതായത് ഈ ഗലാത്യർ ബന്ധം ശിശുവായിരുന്നിടത്തോളം എല്ലാവരും കാര്യങ്ങൾ നടത്തിക്കൊണ്ട്. ഗലാത്യർ 4 അത് വളരെ പ്രധാനം, അതിവിടെ വായിക്കാം. ഗലാത്യറിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ ശിശുവായ ഒരു കാര്യം ശരിയാണ്, ഞാൻ ദൈവമകളാണ്, പക്ഷേ നീ ശിശുവായിട്ട് എന്നാ ഗുണം? അതാ കർത്താവ് ചോദിക്കുന്നത്. ശിശുവായിട്ട് എന്താ ഗുണം? എപ്പോഴാണ് നീ വളരാൻ പോകുന്നത്? അല്ലെങ്കിൽ എത്ര പേര് ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ ഈ സഭകളിൽ പള്ളികളിലൊക്കെ പോയിരിക്കുന്നവർ എല്ലാം ശിശുത്വത്തിൽ അങ്ങ് നിന്ന് പോകുന്നു. നമ്മളാരും വളരുന്നില്ല. കാരണം ഇത് എളുപ്പമല്ല. നമ്മുടെ ജഡം മരിപ്പിച്ച ആത്മാവിനെ വളർത്താന്ന്. ഇറ്റ് ഈസ് എ ബാറ്റിൽ, മൃഗയുദ്ധം എന്നാണ് പൗലോസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഗലാത്യർ 1:4 തൊട്ട് അവകാശി സർവ്വത്തിന് യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവൻ. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴെ അടിമപ്പെട്ടിരുന്നു. ശിശുക്കളായിരുന്നപ്പം അടിമയായിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അത് വ്യക്തമാണ്, അടിമത്വം അല്ല, പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ, ആരുടെ? ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ. അങ്ങനെ നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കാം. ഈ നമ്മളൊരു മീറ്റിങ്ങിന് പോയിരുന്ന് നമ്മളെ വചനം പറയാൻ പ്രസംഗിക്കാൻ വിളിച്ചു. നമ്മുടെ മുമ്പിൽ വേറൊരാൾ പ്രസംഗിക്കാമെന്ന് വിചാരിക്കുക. പ്രസംഗിക്കും, ആ മനുഷ്യനങ്ങ് നല്ല ഭംഗിയായിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിങ്ങനെ കേട്ട് ശ്രദ്ധ, എന്തൊരു ഭംഗിയായിട്ടോ, എന്തൊരു വചനം, എന്തൊരാത്മാവ്. നമ്മളെന്തൊരു അടുത്ത ചെവിയിൽ ഒരാൾ ഇത് കഴിയുമ്പോൾ നീയാണ് പ്രസംഗിക്കേണ്ടത്. പെട്ടെന്ന് നമുക്ക് ഭയം വരും. അയ്യോ, ഈ മനുഷ്യൻ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയണം, ഭയം. പെട്ടെന്ന് നമ്മൾ ആ കംപ്ലീറ്റ്നെസ്, അതായത് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലിയിൽ നിന്ന് കസേര 1 നിന്ന് ഞാൻ 2ാം കസേരയിലോട്ട് മാറും. അയ്യോ, ഞാനിതെങ്ങനെ ചെയ്യും? ഞാൻ എങ്ങനെ ഇതിനോട്ട് മുൻപോട്ട് പോകും? ഈ മനുഷ്യൻ്റെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയാൻ ഇനി എന്തായിരിക്കും? ഇപ്പോഴത്തേക്ക് നമ്മളെല്ലാം ബ്ലാങ്ക് ഔട്ടാണ്. കസേര മാറിയോ, 1ാം കസേര 2ാം കസേര മാറിയോ, നീ യു ആർ ഔട്ട്. അങ്ങനെ ഒരു അനുഭവം ഈ പുസ്തകം എഴുതിയ ആൾക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നല്ല പ്രസംഗം കേട്ടുകൊണ്ട്, അതും പ്രോഫറ്റിക് മിനിസ്ട്രി വരാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ സഭകളിലൊന്നും ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നത് അടുത്തത് നിങ്ങളാണെന്ന് പറഞ്ഞു. ഹി കുഡൻറ്റ് ടേക്ക് ഇറ്റ് ബിക്കോസ് ഇത്രയും ഭംഗിയായിട്ട് ഒരാൾ പറഞ്ഞു ഇനി ഞാനെന്ത് പറയാനാണ്? ബിക്കോസ് വി ഗെറ്റ് ഫിയർഫുൾ. അപ്പോഴത്തേക്ക് നമ്മുടെ ജഡം കയറി 2ാം കസേര നമ്മൾ കയറിയിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ശാസിച്ച്, എന്താണ്? പെട്ടെന്ന് 1ാം ചെയറും 2ാം ചെയറിലോട്ട്, നീ എൻ്റെ മകനാന്നുള്ളത് മറന്നുപോയോ? പെട്ടെന്ന് അയാൾ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ. അപ്പോൾ ആ മീറ്റിംഗ് അയാളെ തുടങ്ങിയപ്പം വാട്ട് ഹി ഡിഡ് വാസ് ദാറ്റ് ഹി റിലീസ്ഡ് സൺഷിപ്പ് ഇൻ ടു ദ റൂം. അതായത് ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. വന്നിടയ്ക്ക് പ്രൊഫസി, അതായത് പ്രൊഫറ്റിക്കലാണ്. നീ ഇനി ദാസനല്ല, ദൈവമക്കളാണ്.
ദൈവമകനാണ്. അത് ഒരാൾ പറയുമ്പോഴാണ് അത് റിലീസ് ചെയ്യുന്നത്. അത് റിലീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അറ്റ്മോസ്ഫിയർ മാറി. എല്ലാവരും ദൈവമക്കളാണെന്നുള്ള ഉന്നത പദവിയിൽ കയറിയ പിന്നെ എനിക്കെന്താ ഭാരം? എൻ്റെ പൊന്നപ്പച്ചനാണ് എൻ്റെ കരുതുന്നതെന്ന് എനിക്കെന്ത് ഭാരം? അപ്പോൾ ഒന്നാം ചെയറിലിരിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വി ലീവ് ഔട്ട് എ സ്പിരിറ്റ് മാൻ. എൻ്റെ അന്തരാത്മാവാണ് എന്നെ, അതാണ് ഡിസേണിങ് സ്പിരിറ്റ്. എൻ്റെ പരിശുദ്ധാത്മാവ്. ചില കാര്യങ്ങൾ ദൈവം വിലക്കും, പോകണ്ട. ചില കാര്യം സാഹചര്യത്തിൽ കൂടി ദൈവം പറയും വേണ്ട. അപ്പോൾ നമ്മൾ പറയും വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, പോകാൻ പറയും, പോകെ. ചില കാര്യങ്ങൾ പോകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും, പരിശുദ്ധാത്മാവ് പോകെ. അപ്പോൾ നമ്മൾ ഉടനെ ഡ്രസ്സ് ചെയ്ത് നമ്മൾ പോകും. കാരണം എന്താ? വി ആർ ഗൈഡഡ് ബൈ ദ ഇന്നർ മാൻ. അകത്ത് ഒന്നാം ചെയറിലിരിക്കുന്നവൻ്റെ കാര്യം, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കസേരയിലിരിക്കുന്നവനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒന്നാം പോയിൻ്റ്. രണ്ടാം പോയിൻ്റ്, വി ലേൺ ടു ട്രസ്റ്റ്. നമ്മൾ ദൈവത്തെ അങ്ങ് പൂർണ്ണമായിട്ട് ആശ്രയിക്കും. വിശ്വാസത്തിന് ഉപരിയാണ് ആശ്രയം. നമ്മളിങ്ങനെ അങ്ങ് ഒട്ടി 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 എന്ന് പറഞ്ഞാൽ മാറാനൊക്കത്തില്ല. എന്നെ നമ്മൾ വലിച്ചു മാറ്റിയാൽ നമുക്ക് മാറാനൊക്കത്തില്ല. വി ആർ സോ ക്ലോസ് ടു ഹിം. എന്തൊക്കെ സംഭവിച്ചാലും അവൻ എൻ്റെ കൂടെ ഉണ്ട്. അല്ല, സമുദ്രത്തെയും ഭൂമിയെയും ഭൂചരത്തെയും എല്ലാം വാഗൊണ്ട് സൃഷ്ടിച്ചവന് അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ട്രസ്റ്റ് ഇൻ ഗോഡ്. ഒന്നാം കസരയ്ക്ക്. പിന്നെ നമുക്ക് സമാധാനം, റെസ്റ്റുണ്ട്. അവിടെ ഒരു സാവകാശ അല്ലെ വിശ്രാമമുണ്ട്. സ്വസ്ഥതയുടെ വെള്ളത്തിൻ്റെ അടുക്കല. ഇത് വെള്ളം കലങ്ങി കിടക്കുന്നിടത്ത് എന്നാൽ ഞാനും കുടിച്ചാൽ കലങ്ങപ്പോത്തേ ഉള്ളൂ. വെള്ളം കലക്കുന്നിടത്ത് ചെന്ന് ആടിനെ നിർത്തിയാൽ ആടെല്ലാം വെള്ളത്തിൽ വീണ് ചത്തുപോകും. അത്രയും ആടിനെക്കാട്ടി മോശമാണ് നമ്മൾ. വി ലേൺ ടു ബി റെസ്റ്റ്ഫുൾ. ആരിൽ? ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് ഒത്തിരി ഭാരമുള്ളൊരു മകൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. നല്ല ഭാരമാണ് അവരുടെ വീട്ടിൽ. എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ വെക്കുന്നത്. അതൊരു ദേവി, എങ്ങനെയാണ് അവർ ഉറങ്ങുന്നത്? എങ്ങനെയാണ് അവർ ഉറങ്ങുന്നത്? കാരണം പ്രാർത്ഥിക്കേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചു, ദൈവത്തെ ഏൽപ്പിച്ചിട്ട് സുഖമായിട്ട്. അതൊരു ഗിഫ്റ്റാണ്. ബിക്കോസ് യു ആർ സിറ്റിംഗ് ഓൺ നമ്പർ 1 ചെയർ. ഒന്നാം കസേരയിരിക്കുന്നത്. നീ ട്രസ്റ്റ് ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, നമുക്ക് നല്ല വിശ്രാമം കിട്ടുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്നവരാകും. റിസീവേഴ്സാണ്. അവൻ തരുന്നത് കൈനീട്ടി വാങ്ങിക്കുന്നവരാണ്. വി ആർ റിസീവേഴ്സ്, അച്ചീവേഴ്സ് അല്ല. എനിക്ക് പ്രൂവ് ചെയ്യണം, എനിക്ക് പ്രൂവ് ചെയ്യണം. ഞാൻ എന്ത് പ്രൂവ് ചെയ്യാൻ? ഞാൻ ദൈവമകളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രൂവ് ചെയ്യാൻ? ഐ ഡോണ്ട് നോ. പലപ്പോഴും ഞാൻ ദൈവത്തോട് എത്ര നന്മ പ്രവൃത്തി നമ്മൾ ചെയ്താലാണ് സ്വർഗ്ഗം. വെറുതെ ഒരു ദിവസം എന്നോട് ക്ലിയറായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തിയെല്ലാം നിൻ്റേതുകൂടെ അല്ലേ? കറക്റ്റ്. ബിക്കോസ് വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അക്കൗണ്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ അല്ല, നമ്മുടെ കാലം. ഭർത്താവിൻ്റെ അക്കൗണ്ടിലെ പണി നമുക്കും എടുക്കാം, നമുക്കുള്ളത് ഭർത്താവ് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. ഇപ്പം ഒരു തരത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെ അക്കൗണ്ട് ഒന്നാകുന്നില്ല. ഡിവോഴ്സ് വരുമ്പം ഓരോന്ന് പിച്ചി കീറി കേസ് നടത്തുന്നതാണ് നമ്മൾ ഭയപ്പെട്ടു. വാശി പിടിച്ചാണ് അതൊരു അമ്മയ്ക്ക് ചിലവാക്കിയത്, അപ്പൂപ്പന് ചിലവാക്കിയത്, അങ്ങനെ അതിൻ്റെ എല്ലാം വീതം വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. വി ആർ നോട്ട് അച്ചീവേഴ്സ്, വി ആർ റിസീവേഴ്സ് ഫ്രം ക്രൈസ്റ്റ്. സ്വർഗ ഭണ്ഡാരം അങ്ങ് തുറക്കുമെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് അളവില്ലാതെ ഇങ്ങോട്ട് ഒഴുക്കിത്തരുന്ന ദൈവം. ഇതൊക്കെ ഒന്നാം ചെയറുകാർക്കേ ഉള്ളൂ കേട്ടോ. വി ഗോ ടു ദ ഫാദേഴ്സ് വെൽ. അപ്പൻ്റെ അടുക്കിലേക്ക് ഓടി അങ്ങ് ചെല്ലും. എന്നിട്ട് അപ്പച്ചൻ എന്താണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അവിടെയാണ് അവൻ്റെ ഡിസിഷനാണ് എൻ്റെ കുടുംബത്തിൽ, അപ്പച്ചൻ്റെ ഇഷ്ടം. 6ാമത്തെ പോയിൻ്റ്, വി ഫൈൻഡ് ഔട്ട് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. എന്നിട്ട് ദൈവം എവിടെയാണ് നിൽക്കുന്നത് അവിടെ ബ്ലെസ്സിങ് ഉണ്ട്. എന്നിട്ട് ആ വെള്ളത്തിനകത്ത് ആ ഒഴുക്കിൽ ഞാൻ അങ്ങ് പെടുകയാണ്. അല്ല, എനിക്കൊന്നും പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ. ആ ദൈവം ഒന്നാം കസേരയിലിരിക്കുന്നതിനെ മാനിക്കത്തുള്ളൂ. രണ്ടാം കസേര ഇരിക്കുന്നതിന് ഗതികേടാണ്. രണ്ടാം കസേര ഇരിക്കുന്നത് വി ലീവ് ഔട്ട് ഓഫ് അവർ മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്. അത് ഒരു ദിവസം സന്തോഷം, മറ്റേ ദിവസം ഒരു ദിവസം മൂഡ് നല്ലത്, വേറെ ദിവസം ഒരു ദിവസം ദേഷ്യപ്പെടും, ഒരു ദിവസം വലിയ സ്നേഹം, ഒരു ദിവസം പാത്രം എറിയും, വേറെ ദിവസം സാരി വാങ്ങിച്ചു കൊടുക്കും. ദാറ്റ്സ് ഓൾ. നമ്പർ 2 ചെയർ. പിന്നെന്തുവാ? വി സ്പെൻഡ് ടൈം ട്രൈയിങ്. അങ്ങേറ്റത്തെ പരിശ്രമമാണ്. എനിക്കിതിങ്ങനെ പ്രയത്നിച്ച് ഉണ്ടാക്കി കൂട്ടണം. പരിശ്രമം തന്നെ പരിശ്രമം. ദൈവം അടുത്തെങ്ങാനും വന്നാൽ മാറ്റി നിർത്തും. രണ്ടാം കസേര അവൻ്റെ സ്വയ കഴിവിലുണ്ടാക്കണം. എന്തുണ്ടാക്കാൻ? ദൈവം തരാത്ത വല്ലതും നീ എടുത്ത് മണ്ണുകൊണ്ട് നീ ഉണ്ടാക്കിയാൽ, നീ കാലുകൊണ്ട് ഓടിയാൽ, ദൈവം തന്ന കാലല്ലാതെ വല്ലതും ഉണ്ട്. ഹാവ് യു എവർ തോട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്? ഹൗ ഫൂളിഷ് വി ക്യാൻ ബി വെൻ വി സിറ്റ് ഇൻ ചെയർ നമ്പർ 2. 3, വഴക്കുമ്പോൾ എന്നും വഴക്കാണ്. കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രഗിൾ. എന്നും വഴക്കാണ് വീട്ടിൽ. അല്ല, വഴക്കുണ്ടാക്കുന്ന
ഛിദ്രതയുള്ള ഭാര്യയോട് കൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുകളിൽ പിന്നെ ചോർച്ചയുള്ള വീടിനകത്ത് താമസിക്കും. കറക്റ്റല്ലേ? ആരവിടകത്ത് താമസിക്കും? അയ്യോ, വഴക്കുണ്ടാക്കുന്ന വീട്ടിലോട്ട് കയറി നമുക്ക് അത്തേ സ്പീഡിൽ ഇറങ്ങി ഓടിപ്പോകാൻ തോന്നത്തില്ലേ? സത്യമല്ലേ? അതിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. കർത്താവെ, വഴക്കുണ്ടാക്കുന്നിടത്തും ദൈവം സമാധാനം തരുന്നു. ഇറ്റ്സ് അബൌട്ട് ബീങ് അച്ചീവേഴ്സ്. ഞാൻ ഉണ്ടാക്കിയെടുക്കണം. യൂദായുടെ സ്വഭാവം അത് തന്നെ. എനിക്ക് ഉണ്ടാക്കണം. കർത്താവിന് ഒറ്റിക്കൊടുത്താലും എനിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് പറ്റി? സൂയിസൈഡ് ചെയ്തേണ്ടി വന്നു. അതാണ് രണ്ടാം കയറിൽ കസേര ഇരിക്കുന്നതിൻ്റെ ജോലി. വി മേക്ക് അവർ ഓൺ ഡിസിഷൻസ്. ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്ത് ദൈവം വന്നോണം. എന്നിട്ട് നമ്മൾ പറയും ഞാൻ തീരുമാനം എടുത്ത് ദൈവം അനുഗ്രഹിച്ചാണ്. അത് നടക്കൂല. ഒന്നാം കസേരയിൽ ഇരിക്കുന്നവൻ അവൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ അവന് വിശ്രാമം ലഭിക്കുന്നു. ഈ ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിച്ചെടുക്കുന്നു. അവൻ അപ്പൻ്റെ ഹൃദയം അറിയുന്നു. അപ്പൻ്റെ ഡിസിഷൻ അവൻ നിൽക്കുന്നു. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളവിടത്തെ അവൻ നിൽക്കും. എത്ര മനോഹരമാണ്! ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ ഒന്നാം ചെയറിലിരിക്കാൻ പഠിക്കും. വി ആർ നോ മോർ ഓർഫൻസ്, വി ആർ ചിൽഡ്രൻ ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എത്ര മനോഹരമാണ് ഒന്നാം കസേര. അപ്പച്ചൻ്റെ കിങ്ഡം ഓഫ് ഗോഡ്, പിതാപുത്ര പരിശുദ്ധാത്മാവിരിക്കുന്ന ആ കസേരയുടെ അടുത്ത് ഞങ്ങളും വന്നിരിക്കുകയാണ്. എത്ര മനോഹര പദവിയാണ്. ദുഷ്ടനായ പിശാചിന് അടുക്കപ്പോലും വരാനൊക്കത്തില്ല. രണ്ടാം കസേര ഇരിക്കുന്ന മനുഷ്യർക്കും വരാനൊക്കത്തില്ല. മൂന്നാം കസേരക്കാരൻ പുറത്ത്. എന്താണെന്നാലും ഞങ്ങളെ ഈ സത്യങ്ങൾ പഠിപ്പിച്ചിട്ട് നിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. അതെൻ്റെ കരുണ, കൃപ, തൻ്റെ ജീവൻ്റെ നദി, കൃപയുടെ നദി ഒഴുകാൻ തുടങ്ങിയിരിക്കുക. ഇത്ര മഹാപദവിക്ക് ഞങ്ങളെ ഇടയാക്കിയത് പുത്രൻ്റെ രക്തത്താലെയാണ്. ഇത്ര വലിയ സ്നേഹമുള്ള പിതാവ് തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ മാനിക്കുന്നു. അത് ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഞങ്ങളുടെ തലമുറകളും അങ്ങനെ തന്നെ കടന്നു. സത്യവേദ പുസ്തകം തുറന്ന് വായിക്കാനുള്ള കൃപ ഇതിനാളെ കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇവ വായിക്കുമ്പോൾ അത് തേനിലും തേൻകട്ടയിലും മധുരമാക്കി കൊടുക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അച്ഛനത് ചെയ്യണം. എൻ്റെ വചനം മാൻപേടകളെ പ്രസവിക്കുമാറാകും. നിൻ്റെ വചനം ഇടിമുഴക്കം പോലുള്ള, നിൻ്റെ വചനം ജീവൻ കൊടുക്കുന്നതാണ്. തവ നിൻ്റെ വചനം കാദേശ് മെറുക്കളെ നട്ടുക്കുന്നതാണ്. നിൻ്റെ വചനം ഞങ്ങളുടെ മക്കളെ യഹോവയ്ക്ക് കൊടുക്കുവിൻ തന്നിരിക്കുന്ന പിച്ച. നീ അവരെ എടുത്ത് ഉപയോഗിച്ചാട്ട് തലമുറയായിട്ട് നിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ. നീ തുടങ്ങിയ നദി ആർക്കും നിർത്താനൊക്കത്തില്ല. ഇടയ്ക്ക് വരുന്ന പിശാചിനെ അപ്പച്ചൻ നേരത്തെ അടിച്ചു മാറ്റി. തോറ്റവൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല അപ്പച്ച. നാഥൻ ജയമെടുത്ത് ജയത്തിൻ്റെ കൊടിയേർത്തിയതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് യഹോവ നിസി, ദൈവത്തിൻ്റെ ജയക്കൊടി ഉയർത്തി നിർത്തി. ഇത്രയും നേരം ആത്മാവിൽ ഞങ്ങളുടെ കൂടെ നിന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.